ടെന്നീസ് മൈതാനത്ത് സിക്സറുകൾ അടിച്ചുകൂട്ടുന്ന ഒരുപാട് ബാറ്റ്സ്മാൻമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രിസ് ഗെയിലും ആൻഡ്രെ റസലിനും ലിയാം ലിവിങ്സ്റ്റണുമൊക്കെ പന്തടിച്ചു പറത്തുന്നത് അവരുടെ ഭീമാകരമായ ശരീരക്കരുത്ത് കൊണ്ടും മസിൽ പവർ കൊണ്ടുമാണ്. അവർ ബാറ്റ് വീശുമ്പോഴുള്ള ശക്തി കാണുമ്പോൾ തന്നെ അറിയാം പന്ത് അതിർത്തി കടക്കുമെന്ന്. എന്നാൽ ഇക്കൂട്ടത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു കളിക്കാരനുണ്ട്. അധികം ശക്തി പ്രയോഗിക്കാതെ ബാറ്റ് വെറുതെ ഒന്ന് വായുവിൽ ചലിപ്പിച്ച് കാണികളെയും ബൗളർമാരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പന്ത് ഗാലറിയുടെ മൂന്നാം തട്ടിൽ എത്തിക്കുന്ന ഒരു മലയാളി താരം. അതെ, നമ്മൾ മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ സ്വന്തം സഞ്ജു വിശ്വനാഥ് സാംസൺ. പലപ്പോഴും സഞ്ജു സിക്സർ അടിക്കുന്നത് കണ്ടാൽ തോന്നും അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുകയല്ല, മറിച്ച് ബാറ്റ് കൊണ്ട് ഗ്രൗണ്ടിൽ ഒരു കവിത എഴുതുകയാണെന്ന്. ഒരു തരി പോലും ആയാസപ്പെടാതെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ സഞ്ജു അടിക്കുന്ന സിക്സറുകൾക്ക് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണ്? കേവലം ശരീരക്കരുത്ത് മാത്രമല്ല ക്രിക്കറ്റിൽ സിക്സർ അടിക്കാൻ വേണ്ടതെന്ന് സഞ്ജു ലോകത്തിന് കാണിച്ചു തരുന്നത് എങ്ങനെയാണ്? സഞ്ജുവിന്റെ ബാറ്റിംഗ് ടെക്നിക്കിന് പിന്നിലെ ആ സയൻസ് എന്താണ്? സ്പോർട്സ് പിച്ചിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് സഞ്ജു സാംസൺ എന്ന സിക്സർ കിങ്ങിന്റെ ആരും പറയാത്ത ബാറ്റിംഗ് രഹസ്യങ്ങളെ കുറിച്ചാണ്. ക്രിക്കറ്റിൽ രണ്ടു തരം സിക്സർ ഹിറ്റർമാരുണ്ട്. ഒന്ന് പവർ ഹിറ്റേഴ്സ്, രണ്ട് ടൈമിംഗ് ഹിറ്റേഴ്സ്. ആദ്യമേ പറഞ്ഞതുപോലെ വെസ്റ്റ് ഇൻഡീസ് താരങ്ങളൊക്കെ പവർ ഹിറ്റിംഗിന്റെ വക്താക്കളാണ്. എന്നാൽ സഞ്ജു സാംസൺ വരുന്നത് രണ്ടാമത്തെ കാറ്റഗറിയിലാണ്, അതായത് പ്യുവർ ടൈമിംഗ്. എന്താണ് ഈ ടൈമിംഗ്? പന്ത് ബാറ്റിലേക്ക് വരുന്ന ആ കൃത്യ സെക്കൻഡിൽ ബാറ്റിന്റെ കൃത്യം മധ്യഭാഗം പന്തുമായി സമ്പർക്കത്തിൽ വരുന്നതിനെയാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. സഞ്ജുവിന്റെ ബാറ്റിന്റെ സ്വീറ്റ് സ്പോട്ടിൽ പന്ത് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേകതരം മധുരമുള്ള ശബ്ദമാണത്. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഫീൽഡർമാർ ഓട്ടം നിർത്തും. കാരണം പന്ത് നേരെ ഗാലറിയിലേക്കാണ് പോകുന്നതെന്ന് അവർക്കുറപ്പാണ്. സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ തന്റെ ശരീരത്തിന്റെ വെയിറ്റ് ട്രാൻസ്ഫർ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. പന്ത് ഫ്രണ്ട് ഫൂട്ടിലാണോ ബാക്ക് ഫൂട്ടിലാണോ കളിക്കേണ്ടതെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് സഞ്ജു തീരുമാനിച്ചിരിക്കുന്നു. പല ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. സഞ്ജു സാംസൺ സിക്സർ അടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തല ഒട്ടും അനങ്ങാതെ തികച്ചും സ്റ്റഡിയായിരിക്കും. ഒരു ബാറ്ററുടെ ഹെഡ് പൊസിഷൻ എത്രത്തോളം പെർഫെക്റ്റ് ആണോ അത്രത്തോളം ആ ഷോട്ട് കൃത്യമായിരിക്കും. സഞ്ജുവിന്റെ കാര്യത്തിൽ ഈ ഹെഡ് പൊസിഷനും ബാലൻസിങ്ങും 100% പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് പന്ത് വായുവിൽ ഉയരുമ്പോൾ അതിന് മാക്സിമം ദൂരം ലഭിക്കുന്നത്. സഞ്ജു സാംസൺ എന്ന ബാറ്ററെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ചില സിഗ്നേച്ചർ ഷോട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഇൻസൈഡ് ഔട്ട് ഷോട്ട്. സാധാരണയായി സ്പിന്നർമാർ ഓഫ് സ്റ്റാമ്പിന് ലൈനിലോ അല്ലെങ്കിൽ ലെഗ് സ്റ്റാമ്പിലോ പന്തെറിയുമ്പോൾ സഞ്ജു തന്റെ കാലുകൾ വളരെ വേഗത്തിൽ ചലിപ്പിച്ച് ഓഫ് സ്റ്റാമ്പിന് വെളിയിലേക്ക് മാറി പന്തിന്റെ ലൈനിലേക്ക് വന്ന എക്സ്ട്രാ കവറിന്റെ മുകളിലൂടെ ഒരൊറ്റ വിടൽ നൽകും. ക്രിക്കറ്റിൽ കളിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഷോട്ടുകളിൽ ഒന്നാണിത്. എന്നാൽ സഞ്ജു ഇത് കളിക്കുന്നത് കാണുമ്പോൾ തോന്നും ഇതിലും എളുപ്പമുള്ള മറ്റൊരു ഷോട്ട് ലോകത്തില്ലെന്ന്. ഇതിനെ ക്രിക്കറ്റ് ലോകം വിശേഷിപ്പിക്കുന്നത് ലേസി എലഗൻസ് എന്നാണ്. അതായത് യാതൊരു ബഹളവുമില്ലാതെ വളരെ ശാന്തമായി മനോഹരമായി കളിക്കുന്ന ശൈലി. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഈ ഒരു ലേസി എലഗൻസ് ഉള്ളത് സഞ്ജു സാംസണ് മാത്രമാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബൗളർമാർക്കെതിരെയുള്ള സഞ്ജുവിന്റെ ബാക്ക് ഫുട്ട് പുള്ളുകളും സിക്സറുകളും അതിമനോഹരമാണ്. ബൗളർമാർ എത്ര വേഗത്തിൽ പന്തെറിഞ്ഞാലും ആ വേഗതയിൽ സഞ്ജു തന്റെ ടൈമിങ്ങിലൂടെ ബൗണ്ടറിക്ക് പുറത്തേക്ക് വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ബൗളറുടെ വേഗതയെ തന്നെ അവർക്കെതിരെ ഉപയോഗിക്കുന്ന വിദ്യ സഞ്ജുവിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് പേസർമാരെക്കാൾ കൂടുതൽ സഞ്ജുവിനെ ഭയപ്പെടുന്നത് ലോകോത്തര സ്പിന്നർമാരാണ്. കാരണം ഗ്രീസിനുള്ളിൽ സഞ്ജുവിന്റെ ഫുട് വർക്ക് അത്രയും വേഗതയേറിയതുമാണ്. IPL-ന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച ഇന്ത്യൻ കളിക്കാരുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് സഞ്ജു സാംസൺ. ഒരു സീസണിൽ 20-30 സിക്സറുകൾ അടിക്കുക എന്നത് സഞ്ജുവിന് ഒരു പുത്തരിയല്ല. ചെന്നൈയിലെ ചെപ്പോക്കി ആയാലും മുംബൈയിലെ വാങ്കഡെ ആയാലും വലിപ്പമേറിയ മെൽബൺ ഗ്രൗണ്ട് ആയാലും സഞ്ജുവിനതൊന്നും ഒരു പ്രശ്നമല്ല. ടൈമിംഗ് കൃത്യമെങ്കിൽ ഏതു വലിയ ഗ്രൗണ്ടിന്റെയും അതിർത്തികൾ ചെറുതെന്ന് സഞ്ജു പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. എതിർചേരിയിലുള്ള ബൗളർമാരുടെ മനഃശാസ്ത്രം കൃത്യമായി വായിച്ചെടുക്കാൻ സഞ്ജുവിന് പ്രത്യേക കഴിവുണ്ട്. ബൗളർ അടുത്ത പന്ത് എവിടെ എറിയുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് സഞ്ജു തന്റെ പൊസിഷൻ സെറ്റ് ചെയ്തു വെക്കുന്നു. പലപ്പോഴും കമന്റേറ്റർമാർ പറയാറുണ്ട്, സഞ്ജു ഫോമിലാണെങ്കിൽ ലോകത്തിലെ ഒരു ബൗളർമാർക്കും അദ്ദേഹത്തെ തടയാൻ കഴിയില്ല. കാരണം അത്രമാത്രം അപ്രവചനീയമാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ്. ചുരുക്കത്തിൽ സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ ക്രിക്കറ്റ് ലോകത്തിന് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. കൂറ്റൻ സിക്സറുകൾ അടിക്കാൻ വലിയ മസിലുകളോ ശരീരഭാരമോ ആവശ്യമില്ല. മറിച്ച് മികച്ച ഏകാഗ്രതയും പെർഫെക്റ്റ് ആയ ടൈമിങ്ങും ശാന്തമായ മനസ്സും ഉണ്ടായാൽ മതി. അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന്റെ ഓരോ സിക്സറുകളും ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു വലിയ വിഷ്വൽ ട്രീറ്റായി മാറുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയൂ കൂട്ടുകാരെ. ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലവിൽ സഞ്ജുവിനേക്കാൾ മനോഹരമായി ടൈമിംഗ് ചെയ്ത് സിക്സർ അടിക്കാൻ കഴിയുന്ന മറ്റൊരു താരമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഞ്ജുവിന്റെ ഏത് ഷോട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള ആഴത്തിലുള്ള വിശകലനങ്ങളും വാർത്തകളും അറിയാൻ നമ്മുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഒരു തകർപ്പൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.